പരിചിതമായ സംഖ്യാപുസ്തകം അതിൻ്റെ 23-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൻ്റെ ആരംഭ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. പരിശുദ്ധ പിതാവേ, തിരുവഴുത്തിനായി സ്തോത്രം. അല്പ മിനിറ്റുകൾ കൂടെ വചനം ധ്യാനിക്കുവാൻ ആശിക്കുന്ന അവിടുത്തെ വലിയൊരു ദാസനെ കൂടി പ്രാരംഭത്തിൽ നല്ല ആലോചന കേൾപ്പിച്ചു. അതിനായി സ്തോത്രം. സന്നിധി ബോധം നൽകണം, പുത്രനെ മഹത്വപ്പെടുത്തണം, യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗമാണ്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ആമേൻ. വേദപുസ്തകത്തിലെ പ്രാരംഭ പുസ്തകമാണ് മോശയുടെ പഞ്ചഗ്രന്ഥം. 5 പുസ്തകം: ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം. ദൈവത്തിന് മഹത്വം. ഉൽപ്പത്തി പുസ്തകം നമുക്കറിയാം, ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സകലത്തിന്റെ ഉൽപ്പത്തിയാ. ലോകോൽപ്പത്തി, മനുഷ്യോൽപ്പത്തി, പ്രപഞ്ചോൽപ്പത്തി, ജലോൽപ്പത്തി, മൃഗോൽപ്പത്തി, എല്ലാത്തിന്റെ ഉൽപ്പത്തി ഈ പുസ്തകത്തിലാണ്. അതുകൊണ്ടാണ് ഇതിന് ഉൽപ്പത്തി തന്നെയല്ല 2-ാം അധ്യായത്തുണ്ട് ഉൽപ്പത്തി വിവരം, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 8 പൂട്ടും അറിയാത്ത ആൾക്കാർക്ക് ഒറ്റ പോംവഴിയുള്ളൂ. വേറെ പുസ്തകം വായിച്ചാൽ മതി, കൃത്യമായിട്ട് മനസ്സിലാകും. ഇതെങ്ങനെ ഉണ്ടായത്? സൂര്യൻ ഉദിച്ചു വരുന്നു, ചന്ദ്രൻ രാത്രി പ്രകാശിക്കുന്നു, നക്ഷത്രം താണ്ട് മേളിലോട്ട് നോക്കിയപ്പം ഭൂമി കറങ്ങുന്നെന്ന് പറയുന്നത്. ഇതെല്ലാം ചിന്തിച്ച് ഞാനും കറങ്ങുക, അങ്ങനൊന്നും കറങ്ങണ്ട, വേറെ പുസ്തകം വായിച്ചാൽ മതി. അപ്പം ഇതിനകത്ത് ഇതുപോലെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നൊരു പുസ്തകം വേറെ ഇല്ല. മറ്റ് പുസ്തകങ്ങളെല്ലാം ഊഹാപോകോ, അമ്മമ്മ കഥയും കെട്ടുകഥയും കഴിവിക്കഥയും വിസ്തരിക്കുന്നില്ല. എന്നാൽ ഇതെല്ലാം വളരെ കൃത്യത്തിനാണ് എഴുതിയിരിക്കുന്നത്. ആ എഴുതിയിരിക്കുന്നതെല്ലാം അച്ചട്ടായിട്ട് നിറവേറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം സകലത്തിൻ്റെയും ഉൽപ്പത്തിയാണ്. 2 പുറപ്പാട് പുസ്തകമാണ്. ആ പുറപ്പാടെന്ന് പറഞ്ഞാൽ ദൈവജനത്തിൻ്റെ പുറപ്പാട്, ദൈവത്തിൻ്റെ മഹത്വം. അതാണ് പുറപ്പാട് പുസ്തകം, വിവരിക്കുന്നില്ല. അടുത്തത് ലേവ്യ പുസ്തകമാണ്. അത് ആരാധനകളുടെ ക്രമീകരണങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്താൽ പുറപ്പെട്ട ദൈവജനത്തിന് ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ട്. തോന്നിയെടുത്ത് ആരാധിക്കാനും തോന്നുന്നത് പോലെ ആരാധിക്കാനല്ല, ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ട്. അതാണ് ലേവ്യ പുസ്തകം. ഇത്ര യാഗങ്ങൾ, ഇത്ര ഉത്സവങ്ങൾ, ആ പെരുന്നാളുകൾ, അതിൻ്റെ ക്രമങ്ങൾ, ചട്ടങ്ങൾ, വിധികൾ, നിയമങ്ങൾ എല്ലാമാണ് ലേവ്യ പുസ്തകത്തിൽ തന്നിരിക്കുന്നത്. അടുത്തത് സംഖ്യാപുസ്തകമാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ വ്യവസ്ഥ പ്രകാരം ആരാധിക്കുന്ന ദൈവമക്കളെ എണ്ണുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ ആരും നിന്നെ എണ്ണത്തില്ലെങ്കിലും വീട്ടിൽപ്പെട്ടവർ ചിലപ്പോൾ എല്ലാവരെയും ഒന്നും എണ്ണുകയില്ല. ചില മാതാപിതാക്കൾ കാശുള്ള പിള്ളേരെ കൂടെ എണ്ണും, കാശില്ലാത്തവനെ ഒന്നും മൈൻഡ് ചെയ്യല്ല. എത്ര കേസ് ഞാൻ തെളിയിച്ചു തരാം. സ്തോത്രം. കൂടെ പറയും, എൻ്റെ ജോയിക്കുട്ടി, കാരണം കാനഡയല്ല. സ്തോത്രം. അമ്മമ്മയ്ക്ക് ഇളയൊരു മോനുണ്ടായിരുന്നില്ല. അവൻ്റെ കാര്യം ഉണ്ടായിരിക്കുന്നതാ. അവനെന്ത് ചെയ്യാ? അവനാണ്ട് ആ ചെമ്പുമ്പുറത്തുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ പോച്ചപ്പോലും മുളയ്ക്കാത്ത തലവാണ്. എണ്ണുകയില്ല. ഇവിടെ പണമുള്ളവരെ എണ്ണും, പ്രതാപമുള്ളവരെ എണ്ണും, കഴിവുള്ളവരെ എണ്ണും, മിടുക്കന്മാരെ എണ്ണും, സ്തോത്രം, പ്രഗത്ഭന്മാരെ എണ്ണും. പക്ഷേ ഇവിടെ പലരും മറ്റുള്ളവരെ എണ്ണത്തില്ല. പക്ഷെ നിന്നെ എണ്ണുന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി കുടുംബക്കാരും ചാർച്ചക്കാരും വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരും ഒരുപക്ഷെ സഭക്കാരും ശുശ്രൂഷകന്മാരും നിന്നെ എണ്ണത്തില്ലെങ്കിലും അറിയത്തില്ലെങ്കിലും എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്നെ എണ്ണുന്ന, അറിയുന്ന, നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ നമ്മളെ മാത്രമാണോ എണ്ണി വെച്ചിരിക്കുന്നത്? തലമുടി പോലും എണ്ണി വെച്ചിരിക്കുക. എന്തല്ലെങ്കിലേ മൂടികളുമല്ല നിർണയമവൽ എണ്ണി അറിയുന്നു. അങ്ങേ ഇഷ്ട എന്നിൽ പൂർണ്ണമാക്കണേ, എൻ്റെ ഇഷ്ടമൊന്നും അങ്ങേ ഇഷ്ട എന്നിൽ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രി കൂടപ്പെട്ട ദൈവമക്കളോട് പറയാ, നിന്നെ എണ്ണുന്ന ഒരു ദൈവമുണ്ട്.
നിന്നെ മാത്രമല്ല നിന്റെ തലമുടി പോലും ദൈവം എണ്ണി വെച്ചിരിക്കുക. അവിടുന്ന് അറിയാതെ ഒരു മുടി പോലും പൊടിയത്തില്ല. അവിടുന്ന് അനുവദിക്കാതെ ഒരു അനർത്ഥവും നിനക്ക് വരികയില്ല. അവിടുന്ന് അനുവദിക്കാതെ ഒരു ശത്രു നിന്നെ തൊടുകയില്ല. അവിടുന്ന് അനുവദിക്കാതെ ഒരുത്തരം നിന്റെ മേൽ തിട്ടി വെക്കത്തില്ല. ഇന്ന് രാത്രി നിന്നെ എണ്ണുന്ന ദൈവം, നിന്റെ തലമുറയെ എണ്ണുന്ന ദൈവം, നിന്റെ കുടുംബത്തെ എണ്ണുന്ന ദൈവം, നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്ന ദൈവം ഇന്ന് രാത്രി ആ ദൈവം നമ്മുടെ നടുവിലുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്, ദൈവത്തിന് മഹത്വം കൊടുക്ക്, ദൈവത്തിന് മഹത്വം കൊടുക്ക്, ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഓ ജീസസ്, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അത് ഓടിച്ചു മുമ്പോട്ട് പോകാം. സംഖ്യാപുസ്തകം എണ്ണമെടുക്കുന്ന പുസ്തകമാണ്. 2 സ്ഥലത്ത് വെച്ചാണ് എണ്ണിയത്. ആദ്യം എണ്ണിയപ്പോൾ ഒറ്റ ഒരുത്തിന് ഒരുക്ക എണ്ണിയപ്പോൾ കണ്ടില്ലെന്ന 26-ാം അധ്യായത്തിന്റെ 63 മുതൽ വായിച്ചോ. സംഖ്യാപുസ്തകം 26-ന്റെ 63 മുതൽ കണ്ണിക. യെരിഹോവിന് സമീപത്ത് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയും പുരോഹിതനാകുന്ന എലയാസറും എണ്ണിയവർ ഇവർ തന്നെ. എന്നാൽ മോശയും അഹരോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവരെണ്ണിയവരിൽ ഒറ്റ ഒരുത്തിന് ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായില്ല. വ്യാഖ്യാനിക്കുന്നില്ല, നിങ്ങൾ ഭാഗമൊക്കെ അറിയാവുന്നത്. 2 വട്ടം എണ്ണി. ആദ്യം എണ്ണിയപ്പോൾ എണ്ണമെടുത്ത് ഒറ്റ ഒരുത്തനെ ഒടുക്ക എണ്ണിയപ്പോൾ കണ്ടില്ലെന്ന്. ദൈവത്തിന് മഹത്വം. ആരും കൈവിടപ്പെട്ടു പോകരുത്, ആരും നഷ്ടപ്പെട്ടു പോകരുത്, ആരും നശിച്ചു പോകരുത്. ഇവിടെ ആമൻ ലിസ്റ്റിലും ആമൻ ബുക്കിലും ഒന്നും പേര് വന്നില്ലെങ്കിൽ അവിടുത്തെ പേര് പോകരുത്. അവർ 2 സ്ഥലത്ത് വെച്ച് ഇവരെ എണ്ണി ഞാൻ വിവരിക്കുന്നില്ല. അപ്പൊ ഇതാ സംഖ്യാപുസ്തകം എണ്ണമെടുക്കുന്ന പുസ്തകമാണ്. ഈ പുസ്തകം പഠിച്ചു വരുമ്പോൾ നാം വായിച്ചത് 23-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗമാണല്ലോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെ വായിക്കുന്നത് ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ഇതിന്റെ പശ്ചാത്തലം എന്തുകൊണ്ട് ആഭിചാരം പറ്റാത്തത്? ഈ പെന്തിക്കോസുകാരിൽ ഒരു 99% ആൾക്കാർക്ക് ഇതെല്ലാം വിശ്വാസമാണ്, ഇപ്പോഴും പറ്റുന്നെന്ന. മറുഭാഷ കണ്ടമാനം പറയുന്നുണ്ട്, മേപ്പോട്ടും ഇങ്ങോട്ടും ചാടുന്നുണ്ട്. ഇനിയും പുതിയ പ്രവാചകന്മാർ വല്ലതും ജനിച്ചെങ്കിലേ വിളിക്കാതുള്ളൂ. ബാക്കി മുഴുവൻ എണ്ണത്തിനെ വിളിച്ച് വീട്ടിലും കയറ്റി. പുള്ളിക്ക് ഒരു ഭാഗം കൊടുത്ത് നമ്മൾ 4 ഭാഗി കുടുംബമായിട്ടിരിക്കുന്നു. പുള്ളി കണ്ണടയ്ക്കുമ്പോൾ നമ്മൾ കണ്ണ് തുറക്കും, പുള്ളി കണ്ണ് തുറക്കുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കും. പിന്നെ ആട്ടുകയും പലിശിക്കുകയും ചാച്ചിക്കുകയും. ഞാൻ ഒന്നും എവിടാണെന്നൊന്നും ചോദിക്കരുത്. ഒരു സ്ഥലത്ത് തന്നെ വചന ശുശ്രൂഷയ്ക്ക് വിളിച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് വണ്ടിയില്ല, അപ്പോൾ തിരിച്ചു പോരാൻ ഒക്കുന്നില്ല. ഞാനും അവിടെ തങ്ങി. രാത്രി ആയപ്പോൾ ഒരു പ്രവാചകൻ വന്നു. ഒരു പ്രവാചകൻ പുള്ളിയെ കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥനയല്ലയോ, അപ്പത്തിന് നെയ്യ് കൂടുന്ന മോശമല്ല, കുഴപ്പമില്ല. ഞാനും ഇരുന്നു. സ്ഥലം പറഞ്ഞാൽ മോനിച്ചാൻ അറിയാം, യോഗം കഴിയുമ്പോൾ ഞാൻ പറയാം. നിങ്ങളുടെ ആ ഏരിയയിലായിട്ട് വരും. ഞാനും ഉണ്ട് രാത്രിയിൽ. അപ്പോൾ അതിരാത്രി ആയപ്പം ഈ അച്ചായനും അമ്മാമി ഇച്ചിരി നിഷ്കളങ്കരുമാണ്. അങ്ങനെയുള്ളിടത്താണല്ലോ ഈ കേസ് കൂടുതൽ ചിലവാകുന്നത്. രാത്രി 1:45 അച്ചായനും അമ്മാമയും കൂടെ ഒരു വലിയ തറവാടാണ്. അതിന് പെരക്കി ചുറ്റും 7 പ്രാവശ്യം ചുറ്റി വെച്ച് വരാൻ. മിണ്ടരുതെന്ന്. തള്ള ഇങ്ങനെ അളകാന്ന വയ്യ. മുതുപാതിരായിക്ക് എന്നിട്ട് അയാളകത്തിരുന്ന് കാപ്പി കുടിച്ചോണ്ടിരിക്കുക. ഫ്ലാസ്കിനകത്ത് കാപ്പി വെച്ചിരിക്കുക. പുള്ളി ഊറ്റി കുടിക്കുക. ഈ തന്തയും തള്ളയും കൂടെ പെരക്കി ചുറ്റും. പെരയുടെ ചുറ്റും കൊക്കോയുണ്ട്. കൊക്കോ ഞാൻ വെപ്രാൾ വല്ല പാമ്പും വല്ലോ ഇതുങ്ങളെ. ഇതെല്ലാം കഴിഞ്ഞ് പുള്ളി പറഞ്ഞു ഇനിയും ചില കെട്ടുകളുണ്ടെന്ന്. അപ്പൊ ഇനി പ്രവാചകന്മാരെ വിളിക്കാനല്ല, സകല പ്രവാചകന്മാരെ വിളിച്ചു. ഉപവാസ പ്രാർത്ഥന വെക്കുന്നു, സ്വന്തം ബന്ധനം അടിക്കുന്നവരെ കെട്ടുന്നവര് എന്നിട്ട് ഇപ്പോഴും പറയുന്നത് ഉണ്ടെന്നാണ്. എന്നാൽ തിരുവെടുത്ത് പറയുന്നത് ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ദൈവത്തിന്റെ മഹത്വം. 1-2 കാര്യങ്ങൾ ചിന്തിക്കുക. ഇവർ യാത്ര ചെയ്ത്, ഈ ഇസ്രായേൽ മക്കളെ യാത്ര ചെയ്ത് 20-ാം അധ്യായം പഠിക്കുമ്പോൾ കാദേശിലെത്തി. കാദേശിൽ വെച്ച് മിരിയാം മരിച്ചെന്നാണ്. കാദേശിൽ വെച്ച് മിരിയാം മരിച്ചു. വേദപഠിതാക്കളിൽ ചെല്ലി പറയുന്നത് വെള്ളം ഇറങ്ങാതെ കത്തുന്ന. ആ 20-ന്റെ 1-2 വായിച്ചേ. അനന്തരം ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും 1-ാം മാസം സീൻ മരുഭൂമിയിലെത്തി. ജനം കാദേശിൽ പാർത്തു. അവിടെ വെച്ച് മിരിയാം മരിച്ചെന്ന്. അവിടെ വെച്ച് മിരിയാം മരിച്ചു. പിന്നെ അവിടെ അവളെ അടക്കം ചെയ്തു. അവിടെ മിരിയാമിനെ അടക്കം ചെയ്തു. അടുത്ത ഫലം കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു കാദേശിൽ വന്നപ്പം. അവിടെ വെച്ച് മിരിയാം മരിച്ചു എന്ന് പറഞ്ഞാൽ വെള്ളം ഇറങ്ങാതെ ചത്തെന്ന്. വെള്ളം ഇറങ്ങാതെ മരിച്ചു. മിരിയാം ആരാ? ഒന്ന് വീട്ടിലെ മൂത്തറാ. മോശേക്കാളും അഹരോനേക്കാളും മൂത്തറാ. നീ സഭയെ മൂത്തറായിരിക്കും, വീട്ടിൽ മൂത്തറായിരിക്കും, കൂട്ടായ്മയിലൊക്കെ മൂത്തറായിരിക്കും. പക്ഷേ വളരെ ഭയത്തോടെ ജീവിച്ചോണം. വെള്ളമിറങ്ങാതെ ആകരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാത്തിൻ്റെ മൂത്തറാ. പക്ഷെ അത്തത് വെള്ളം ഇറങ്ങാനാ. തന്നെയല്ല അമ്മാമ്മ പ്രവാചകിയാ. കടന്നുടനെ തപ്പെടുത്ത്
നൃത്തം ചെയ്ത് അപ്പം സോദരി സമാജത്തിന്റെ മുന്നിൽ നിൽക്കുക. പക്ഷേ അത്തത് വെള്ളം ഇറങ്ങാടാ. നന്നായിട്ട് പ്രവചിച്ച അമ്മാമയാ, പക്ഷേ അത്തത് വെള്ളം ഇറങ്ങാടാ. പ്രവചന പുസ്തകം പഠിക്കുമ്പോൾ മിസ്രയീമിലെ സുവിശേഷ വേലയ്ക്ക് മുൻപന്തി ചെന്നതാ അഹരോനും മിരിയാമിനെയും കൂടെ അയച്ചെന്ന വേലയ്ക്ക് മുൻപന്തിയില്ല. പക്ഷെ ചത്തത് വെള്ളം. നമ്മൾ വിധിക്കണ്ട. ഇതൊക്കെ കാണുമ്പോ ഞാനും നിങ്ങൾ ഒന്നുകൂടെ യഥാസ്ഥാനപ്പെട്ടോണം. തപ്പെടുത്ത് പാടി അടിച്ച് നൃത്തം ചെയ്ത മിരിയാം വെള്ളം ഇറങ്ങാറാ ചത്തെങ്കിൽ വന്ന് ചുമ്മാ ആട്ടുകല്ല് പോലെ നിൽക്കുന്ന നമ്മുടെ ഗതി മിണ്ടുന്നില്ല. സ്തോത്രം. സുവിശേഷ വേലയ്ക്ക് മുൻപന്തി നിന്ന മിരിയാം വെള്ളം ഇറങ്ങാനാ ചത്തെങ്കിൽ ഇന്ന് വരെ ഒരു കുഞ്ഞുങ്ങളോട് സുവിശേഷം പറയത്തില്ല. അല്ലാത്ത വിശേഷമല്ല. ഇഷ്ടംപോലെ പറയോ, അടുത്തൊന്ന് ചെല്ലണം. സുവിശേഷം പറയുമ്പോൾ മാത്രം പിന്നെ അങ്ങ് വെപ്രാളവും പരവേശവും ഉഷ്ണവും പുകച്ചിലും. സ്തോത്രം. അതേസമയം അമ്മാമ്മേനെ വിളിച്ചൊന്നും അമ്മാമ്മ എന്നാ വേണ്ടി വിശേഷം, സാരി വേണം എടുത്ത് കുത്തിവെച്ച് വിശേഷം നിന്ന് ഭിത്തിയെ പിടിച്ചോണ്ട് അവിടെ ഞാൻ ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ഒരു കാര്യം പറയാ, സുവിശേഷ വേലയ്ക്ക് മുൻപന്തി നിന്നതാ, പക്ഷെ വെള്ളമിറങ്ങാനാ ചത്തത്. നന്നായിട്ട് പ്രവചിച്ചതാ, പക്ഷെ വെള്ളമിറങ്ങാനാ മരിച്ചത്. നമ്മൾ മിരിയാമിനെ വിധിക്കണ്ട. ഇതൊക്കെ കാണുമ്പോൾ ഞാനും നിങ്ങൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ഒന്നുകൂടെ കർത്താവിന്റെ വരവിന് ഒരുങ്ങണം. അപ്പോൾ മിരിയാം എല്ലാത്തിനും മുൻപന്തിയിലായിരുന്നു. സ്തോത്രം. പക്ഷേ കാദേശ് വെച്ച് മരിച്ചു. അവിടെ വെച്ച് തന്നെ താഴോട്ട് പഠിച്ചു വരുമ്പോൾ അതിനുശേഷം മിരിയാം മരിച്ച് ചരിത്രം പറഞ്ഞത് ഏതാണ്ട് ഒരു 4 മാസം. അഹരോനും മിരിയാമും മരിക്കാൻ വ്യത്യാസം 4 മാസമാണ്. അഹരോനും മരിച്ചു. രണ്ടുപേരെയും മോശെ പറ മിരിയാമിനെ അടക്കി, അഹരോനെ അടക്കി. രണ്ടുപേരും കൂടെ പുള്ളിക്കെതിരെ കൊമ്പ് കോർത്തടാ. രണ്ടുപേരും കൂടെ വായിച്ച 12:1 കുറഞ്ഞ കക്ഷികളല്ല. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നുകൊണ്ട് കൂശ്യ സ്ത്രീ നിമിത്തം മിരിയാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. മിരിയാമും അഹരോനും ആങ്ങളും പെങ്ങളും കൂടെ അങ്ങ് ഒത്തു. ഈ ഒരാളെ ഒതുക്കാൻ പെട്ടെന്ന് 2 പേര് കയറി ഒക്കും. പിന്നെ ഓക്കും. അവർ ഉടക്കാന്നേലും അന്നേരം കയറി ഓക്കും. സ്തോത്രം. യേശുവിനെ ക്രൂശിക്കാന്ന് കണ്ടപ്പോ ഹെരോദാവും പിലാത്തോസും കൂടെ നേരത്തെ വൈരമായിരുന്നു. പക്ഷെ ഈ കേസ് വന്നപ്പോ അവർ രണ്ടുകൂടെ ഈ നിങ്ങളെ ചിലരെ ശ്രദ്ധിച്ചിട്ടില്ലേ? സ്തോത്രം. ആരിലും ഒരാൾ പ്രസംഗിക്കുമ്പം 2 പേരോട് അങ്ങ് ഓക്കും. 2 പേരും കൂടെ ഒത്തോണ്ട് കണ്ണ് കാണിക്കും തെറ്റിയെന്ന്. ഇവരിൽ ഒരാൾ തെറ്റുമ്പം മിണ്ടുന്നില്ല. ഞാനിതെല്ലാം ഇവിടെ ഇരുന്ന് വീക്ഷിക്കുന്നുണ്ട്. സ്തോത്രം. ഒരാൾ പുറത്തുനിന്ന് ഒരാൾ വന്ന് തെറ്റുമ്പോൾ 2 കൂടെ ഒക്കും. കൂടെ ഒരാൾ തെറ്റുമ്പോൾ വേറൊരാളെ പിടിച്ച് വലിയ ഇഷ്ടമായതൊക്കെ. ദൈവത്തിന് മഹത്വം. അഹരോനും മിരിയാമും കൂടെ ഒത്തോണ്ട് മോശക്കെതിരെ സംസാരിച്ചു. മോശ ഒന്നും മിണ്ടിയില്ല. ഞാൻ ഭയത്തോടാ പറഞ്ഞത്. 2 മോശ അടക്കേണ്ടി വന്നു. സ്തോത്രം. നീ കൂട്ടുവിശ്വാസിക്കെതിരെ ഒത്താൽ ചിലപ്പോൾ അവനായിരിക്കും നിന്നെ അടക്കേണ്ടി വരുന്നത്. സ്തോത്രം. നീ കൂട്ടുവേലക്കാർക്കെതിരെ ഒത്താൽ അവനായിരിക്കും ചിലപ്പോൾ നമ്മളെ അടക്കേണ്ടി വരേണ്ടത്. അതാർക്കും ഉണ്ടാകരുത്. അവൻ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി അടുത്തിരിക്കുന്നവനെ വിധിക്കാതെ, അടുത്തിരിക്കുന്നവന് അവനെ മാർക്കിടാതെ നമ്മുടെ കാര്യങ്ങളൊന്നുകൂടെ ക്രമീകരിച്ച്, ദൈവമേ ഞാൻ പലതിലും തെറ്റിയിട്ടുണ്ട്, എൻ്റെ വീഴ്ചകൾ, എൻ്റെ കുറവുകൾ, എൻ്റെ പാപങ്ങൾ, എൻ്റെ അകൃത്യങ്ങൾ എന്നോട് ക്ഷമിച്ച് അവിടുത്തെ യാത്രയ്ക്ക് തടസ്സമായി എൻ്റെ ജീവിതത്തിൽ വന്ന ബലഹീനതകൾ പൊറുത്ത് എന്നെ ഒന്നുകൂടെ ബലപ്പെടുത്തണം, ആരോഗ്യം നൽകണം, ആയുസ് നൽകണമെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്ക്. സകല അനർത്ഥത്തിൽ നിന്നും ദൈവം നിന്നെ വിടുവിക്കും. ഓടിച്ചു മുമ്പോട്ട് പോകാം. ഇങ്ങനെ അതിനുശേഷമായിട്ട് ഇവർ യാത്ര ചെയ്ത് വന്ന് ഈ 22-ാം അധ്യായം പഠിക്കുമ്പോൾ 22-ന്റെ പ്രാരംഭം ഓടിച്ചു വായിക്കാം. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. ഇസ്രായേൽ അമോര്യരോട് ചെയ്തതൊക്കെ. അപ്പൊ ഇവര് മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങിയപ്പോൾ നാട്ടുരാജാക്കന്മാർ പേടിച്ചു ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കള് മോവാബി പാളയമിറങ്ങി, സമഭൂമിയിൽ പാളയമിറങ്ങി. ഇസ്രായേൽ മക്കള് അമോര്യരോട് ചെയ്തതല്ല സിപ്പോറിന്റെ മകനായ ബാരാക്ക് കേട്ടു. ഇവർ കേട്ടു. ജനം വളരെ ആയിരുന്നത് കൊണ്ട് മോവാബ് ഏറ്റവും പേടിച്ചു. ഇസ്രായേൽ മക്കളെ പറ്റി പേടിയാ.
ഈ ദൈവമക്കളെ പറ്റി ചിലർക്ക് ഭയമാണ്. എല്ലാവരും ഇന്നും അങ്ങനെ ഭയപ്പെടുന്നവരുണ്ട്. ജീവിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ ഭയപ്പെടുന്ന സമൂഹം അന്നുകൊണ്ട് ഇന്നുകൊണ്ട് എന്നും കാണും. ഉണ്ട്. പ്രാർത്ഥിക്കുന്നവനെ പേടിയുള്ളവരുണ്ട്. സ്തോത്രം. ചുമ്മാരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കാര്യമായില്ല. ജീവിതത്തെ ക്രമപ്പെടുത്തി പ്രാർത്ഥനയിൽ പോരാടി അവൻ വേർപാടോടെ വിശുദ്ധിയോടെ ജീവിക്കുന്ന, അവൻ ക്രമീകരണത്തോടെ ജീവിക്കുന്ന ദൈവമക്കളെ അന്നും ഇന്നും എല്ലാവർക്കും ഭയമാണ്. ഇസ്രായേൽ മക്കളെ പേടിയുണ്ടായി. അപ്പൊ പറഞ്ഞു, നേരിട്ട് യുദ്ധം ചെയ്താൽ ഇവരെ ഒതുക്കാനൊക്കത്തില്ല. അതിന് ഞാൻ വിവരിക്കുന്നില്ല, അതിനെന്താ പോംവഴി. അപ്പോൾ പറഞ്ഞു, ബിലയാം എന്ന് പറയുന്ന പ്രവാചകനുണ്ട്, പുള്ളിയെ വിളിച്ചു കൊണ്ടുവന്ന് ഇവനെ എല്ലാം പ്രാഗി കൊല്ലണം. അപ്പൊ ചോദിച്ചു, പുള്ളി പ്രാഗിയേക്കുവോ? കൊള്ളാം, അറം പറ്റുന്ന പ്രാഗി 20 പറഞ്ഞു. ആള് വിട്ട് ബിലയാമിനെ, ആ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം, വിസ്തരിക്കണ്ട. അവൻ സ്തോത്രം യാത്രയിൽ ദൂതൻ തടസ്സമായിട്ടൊക്കെ വന്നു. എങ്കിലും ബിലയാം കഴുതിക്കിട്ടടിച്ചു, ഒടുവിൽ തിരിച്ചിവിടെ വന്നു. അങ്ങനെ 3 പോയിന്റിൽ കയറി ഇസ്രായേൽ മക്കളെ ഈ ബിലയാം ദർശിച്ചു. മോവാബ് സമഭൂമിയിൽ അത് പർവ്വതത്തിന്റെ 3 പോയിന്റ് കയറി. 1 ബാമോത്ത് മല, 2 സോബി മല, 3 പെയോർ മല. ഈ 3 പോയിന്റിൽ 3 സ്ഥലത്ത് നിന്ന് ഇസ്രായേൽ മക്കളെ കണ്ടു. കണ്ടിട്ട് ബാരാക്ക് പറഞ്ഞത് ചെന്ന് ശപിക്കാനാ പറഞ്ഞ ഇസ്രായേലിനെ, ചെന്ന് ശപിക്കുക. അങ്ങനല്ലേ എഴുതിയേക്കുന്നത്, ചെന്ന് ശപിക്കുക. 23-ാം അധ്യായത്തിന്റെ 7 മുതൽ ഒന്ന് വായിച്ചേ. അപ്പോൾ അവൻ സുഭാഷിതം ചൊല്ലി തുടങ്ങിയത്, ബാലാക്കിനെ അരാമിൽ നിന്നും മോവാബ് രാജാവ് പൂർവ്വ പർവ്വതങ്ങളിൽ നിന്നും വരുത്തി. ബാരാക്കിനെ അരാമിൽ നിന്ന് മോവാബ് രാജാവ് പൂർവ്വ പർവ്വതങ്ങളിൽ നിന്നും വരുത്തി എന്ന് പറഞ്ഞാൽ ഇവൻ മെസപ്പൊട്ടോമിയക്കാരനാണെന്നാ പറയുന്നത്. ആ 2 നദികളുടെ ഇടയിൽപ്പെട്ട സ്ഥലമാകുന്ന മെസപ്പൊട്ടോമിയക്കാരൻ, ബെദോരിൽ നിന്ന് പെയോറിന്റെ മകനാകുന്ന ബിലയാമെന്ന. എന്തായാലും കൊള്ളാം, ഈ ബിലയാമിനെ വിളിച്ചു വരുത്തി, വിളിച്ചു വരുത്തി ചെന്ന് യാക്കോബിനെ ശപിക്കാം. ഞാൻ ഇങ്ങനെ ആ വാക്യം വായിക്കുന്നത്, ചെന്ന് ശപിക്കാൻ. ആരെ? യാക്കോബിനെ. സ്തോത്രം. ചെന്ന് ശപിക്കാൻ യാക്കോബിനെ. ഒരു കാര്യം ദൈവമക്കളോട് പറയാ, ദൈവം ഒരുവനെ അനുഗ്രഹിക്കാമെന്ന് ഉയർത്താമെന്ന് പദ്ധതി കിട്ടാൽ, നിനക്ക് വിരോധമായിട്ട് മെസപ്പൊട്ടോമിയായിട്ട് അല്ലെങ്കിൽ പെദോറിൽ നിന്നാകട്ടെ, ലോകത്തിന്റെ ഏതിടത്തിൽ നിന്ന് ആരെ കൊണ്ടുവന്ന് പ്രാഗിയാലും ജപിച്ചാലും ഏക്കത്തില്ല. നിന്നെ അനുഗ്രഹിക്കുവാൻ ഒരുവന്റെ പദ്ധതിയുണ്ട്. നിന്നെ ഉയർത്താമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. ഈ ചെന്ന് ശപിക്കാൻ പറഞ്ഞപ്പം ഇവർക്ക് അറിയത്തില്ല, യാക്കോബിനെ അപ്പൻ അനുഗ്രഹിച്ചതാ. 27-ന്റെ 28 അല്ലേ അപ്പന്റെ അനുഗ്രഹം? 27-ന്റെ 28. 27-ന്റെ 28. ദൈവം ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. യാക്കോബിനെ തന്റെ പിതാവാകുന്ന ഇസഹാക്ക് അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹ വചസ്സ. ഒന്നുകൂടെ വായിച്ചാട്ട് 28. ദൈവം ആകാശത്തിന്റെ മഞ്ഞും, ദൈവമാകാശത്തിലെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. അങ്ങനെയുള്ളവനെ ആര് പ്രാഗിയാലും ഏക്കത്തില്ല. അങ്ങനെയുള്ളവനെ ആര് ശപിക്കാൻ വന്നാലും ഏക്കത്തില്ല. നിന്റെ മേൽ പിതാവിന്റെ അനുഗ്രഹം കിടപ്പുണ്ട്. നിന്നെ അനുഗ്രഹിച്ചത് സ്വർഗത്തിലെ ദൈവമാ. അങ്ങനെ അനുഗ്രഹം പ്രാപിച്ച നിന്നെ ആര് നോക്കിയാലും ശപിക്കാനും പ്രാകാൻ നോക്കിയാൽ അത് ഏക്കത്തില്ല. നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പൈതലേ, ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ദൈവം അനുഗ്രഹിക്കും. നിന്റെ തലമുറയ്ക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ സ്ഥിതിഗതികൾക്ക് ദൈവം മാറ്റം വരുത്തും. നിന്റെ മേലൊരു അനുഗ്രഹമുണ്ട്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുന്ന വചസ്സ. താഴോട്ട് വായിച്ചാട്ടെ. വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ. വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ. ജാതികൾ നിന്നെ വണങ്ങട്ടെ. ജാതികൾ നിന്നെ വണങ്ങുമെന്ന വാഗ്ദത്തം. പിന്നെ ജാതീയ പ്രവാചകൻ വന്ന് നിന്നെ പ്രാകാൻ നോക്കിയാൽ ഏക്കുവോ? ആമേൻ. ദൈവം പറയുക, ജാതികൾ നിന്നെ വണങ്ങി നമസ്കരിക്കും, നിന്റെ മേൽ അനുഗ്രഹമുണ്ട്. അപ്പോൾ ജാതീയ പ്രവാചകനെ കൊണ്ടുവന്ന് പ്രാകാൻ നോക്കിയാൽ, ശപിക്കാൻ നോക്കിയാൽ നിനക്കൊന്നും വേക്കത്തില്ല. നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. ഒരു സൈന്യം ഇറങ്ങിയാലും നിനക്ക് ഏക്കത്തില്ല. നിന്നെയും നിന്റെ സന്തതിയെയും ഉയർത്തുന്ന, ആദരിക്കുന്ന, മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി വിടുതലേറ്റെടുക്ക്. നിന്നെ ഉയർത്തുന്ന ദൈവമുണ്ട്. നിന്നെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു ദോഷവും നിനക്ക് വരുത്തത്തില്ല. ഒരു അനർത്ഥവും നിനക്ക് വരികയില്ല. ഒരു ആപത്തും വരാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ ദീർഘമാക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ഇസഹാക്കിന്റെ അനുഗ്രഹം കിടക്കുക. ഈ അനുഗ്രഹം മാത്രമാണോ? യാബോക്ക് കടവിന്റെ തീരത്ത് വെച്ച് ദൂതനുമായിട്ട് മല്ല് പിടിച്ച് സ്തോത്രം. അവിടെ ഒരു പദമുണ്ട്, അവനെ അനുഗ്രഹിച്ചെന്ന്. 1 അപ്പന്റെ അനുഗ്രഹം, 2 സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെയുള്ള യാക്കോബിനെ പ്രാകാൻ വന്നാവല്ലോ ഏക്കുവോ?
സ്തോത്രം. നിനക്കോ എന്റെ ഭാഷ പറഞ്ഞ ഒരു ചുക്ക് വെക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്. ചെന്ന് പ്രാകാൻ, ചെന്ന് ശപിക്കാൻ, പുള്ളി ചെന്ന് 3 തലത്തിൽ ചെന്നിട്ടൊന്നും വേക്കുന്നില്ല. ഏകാതിരുന്നപ്പോൾ പുള്ളി വായിൽ കൂടെ അനുഗ്രഹവചസാ പറയുന്നത്. അതിലൊരു കാര്യം പറയുക, ആമേൻ സ്തോത്രം, ആഭിചാര യാക്കോബിന് പറ്റുകയില്ല. അതിനെന്താ കാരണം? ഒരു കാര്യം പറയാതെ ഈ നോക്കുകയുള്ളൂ. നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ് ആഭിചാരം പറ്റാത്തതിൻ്റെ ഒരു കാര്യം. ദൈവത്തിന് മഹത്വം. ആ 23-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. അടുത്ത ഭാഗം. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. അതുകൊണ്ട് ആഭിചാരം വേക്കാത്ത. ആമേൻ. ആഭിചാരം വേക്കാത്തതിന്റെ ഒന്നാമത്തെ കാര്യം, ആമ കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാട്ടുപോത്തിന് തുല്യമായ ബലം യാക്കോബിനുണ്ട്. എന്റെ ഭാഷ പറഞ്ഞ ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല. എങ്ങനത്തെ യാക്കോബാ? കാട്ടുപോത്തിന് തുല്യ ബലമുള്ള യാക്കോ. ഉണക്ക കയ്യടി, ഉണക്ക സ്തോത്രത്തിനൊക്കെ വ്യാജി ചപ്പും. സ്തോത്രം. ഇനി എന്നാ ചപ്പാനാ ഒരു പരിവക്കേടി ഇരിക്കുക. എന്നാൽ കാട്ടുപോത്തിന് തുല്യ ബലമുള്ള യാക്കോബിന് ഒരാഭിചാരവും പറ്റത്തില്ല. ആമേൻ. ഒരു കാര്യം കൂടെ പറയാം. ഈ 23-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ കാട്ടുപോത്തിന് തുല്യമായ ബലം. എന്നാൽ 21-ാം അധ്യായത്തിൽ ഇവരെ പറ്റി പറഞ്ഞ ക്ഷീണിച്ചെന്ന 21:4 മുതൽ വായിച്ച 21:4. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ജംഗൽ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിന് മോശയ്ക്കും വിരോധമായിട്ട് സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്നത് നിങ്ങളുടെ അപ്പവുമില്ല വെള്ളവുമില്ല, സാരമില്ലാത്ത ആകാരം ഞങ്ങൾക്ക് വെറുപ്പാണ്. അവിടെ ഒരു പണം കണ്ടോ? ക്ഷീണിച്ചു. അപ്പൊ 21:4 ഇവര് ക്ഷീണിച്ചു. അങ്ങനെ ക്ഷീണിച്ചെന്നല്ലേ ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. മനസ്സ് ക്ഷീണിക്കുമ്പോ ശരീരവും ക്ഷീണിക്കുമല്ലോ. അപ്പൊ ക്ഷീണിച്ചു. 21:4 ക്ഷീണിച്ചു. പക്ഷെ 23-ന്റെ 22 വന്നപ്പോൾ പറയാ കാട്ടുപോത്തിന് തുല്യ ബലം. അപ്പൊ 21-ൽ ക്ഷീണിച്ചവര് 23-ൽ കാട്ടുപോത്തിന് തുല്യ ബലം ഉണ്ടായി. ഈ ക്ഷീണിക്കാൻ കാര്യം ഒത്തിരി ഉണ്ട്. ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല. പ്രധാനപ്പെട്ട കാര്യം, മന്നയെ തിരസ്കരിച്ചു. ഈ സാരമല്ലാത്ത ആകാരം ഞങ്ങൾക്ക് വെറുപ്പാണ്. മന്ന ക്രിസ്തുവിനും വചനത്തിനും നിഴല. ഉയരത്തിൽ നിന്ന് പൊടിഞ്ഞു വീണ മന്ന, ആ മന്നയെ തിരസ്കരിക്കുക. അതാ ക്ഷീണിച്ചത്. മന്ന യേശു ക്രിസ്തുവിന് നിഴല. ഈ മന്ന അവൻ സ്വർഗത്തിൽ നിന്ന് താഴോട്ട് വന്ന ഭക്ഷണമാണ്. ഇത് ദൂതന്മാർക്ക് ദൈവം കൊടുത്ത ബ്രെഡാ. ഈ മന്നയെ ഇവര് തിരസ്കരിച്ചപ്പോൾ ക്ഷീണിച്ചു. അതെ, ഈ ക്ഷീണിച്ച് വശം കെട്ട് തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇവിടെ ക്ഷീണിച്ചെന്ന് 21:4 പറയാൻ കാരണം, ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ ഇവര് ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞു. മന്നയ്ക്കെതിരെ ഇവര് പ്രശ്നം ആക്കിയപ്പോൾ തമ്പുരാൻ അഗ്നിസർപ്പത്തെ അയച്ചു. പാമ്പിനെ അയച്ചു പറഞ്ഞ് കയറി കടിക്കാൻ പറഞ്ഞു. IPC ചർച്ച കോഡ് വന്ന് നോക്കിയല്ല കടിക്കുന്നത്, മന്നയെ തിരസ്കരിച്ചവനെ കയറി കടിക്കാൻ പറഞ്ഞു. അസംബ്ലീസ് കോഡാണ് അന്ന് ഒരു കടി അല്ല, IPC ആണോ 2 കടി? അങ്ങനൊന്നുമല്ല. ചർച്ച കോഡിന് 1.5 കടി അല്ല. IPCയും ചർച്ച കോഡും അസംബ്ലീസ് കോഡും ചാരോനും നോക്കിയല്ല പാമ്പ് കടിക്കുന്നത്. മന്നയെ നിന്ദിച്ചവനെ എല്ലാം കടിക്കും. പാമ്പ് വന്ന് ഊടുപാടി ഇവനെയെല്ലാം കടിച്ചു. ഒരുമാതിരിപ്പെട്ടതിനെ എല്ലാം കടിച്ചിരിക്കുക. ഇരിപ്പ് കാണുമ്പോൾ അറിയാൻ കടി കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചാകുന്നില്ലെന്നേ ഉള്ളൂ. എങ്കിലും പുസ്തകത്തിലെ വാക്യം അനുസരിച്ച് യാത്ര ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും ചുരുക്കി പറഞ്ഞാൽ, ഈ പാമ്പ് കടിച്ച് കടി കൊണ്ടവൻ ആദ്യം വീണും മരിക്കുന്നു. കടി കിട്ടാതിരിക്കാൻ ആൾക്കാർ ഓടി, 4 വശവും ഓടി. അങ്ങനെ ഓടി പ്രശ്നം കഴിഞ്ഞപ്പോൾ മോശ ദൈവത്തോട് നിലവിളിച്ച് തമ്പുരാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, ഒരു പിത്തള സർപ്പത്തെ ആമൻ കൊടിവരത്തുമേന്നാക്കണം. ആമൻ പാമ്പ് അഗ്നി സർപ്പത്തിന്റെ കടിയേറ്റവൻ പിത്തള സർപ്പത്തെ നോക്കിയാൽ അവന് വിടുതല. ഈ പിത്തള സർപ്പം മറ്റാരുമല്ല, കർത്താവാകുന്നു യേശു ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞല്ലോ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ. പ്രൈസ് ദി ലോർഡ്. അതെ, ആ പാമ്പിനെ പറ്റി ഒന്നും പറയുന്നില്ല. ദൈവത്തിന് മഹത്വം, കർത്താവിന് മഹത്വം. അങ്ങനെ പിത്തള സർപ്പത്തെ നോക്കി രക്ഷപ്പെട്ട ഇവരോട് ദൈവം തമ്പുരാൻ അവസാനം ഇവരെ എല്ലാം കൂടെ ബേരിലോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ഈ ക്ഷീണിച്ചവർ ബലപ്പെടാനുള്ള കാര്യമാണ്, ബേരി കൊണ്ടുവന്നു. ഇനി 21:16 വായിച്ച 21:16. അവിടെ നിന്ന് അവർ ബേരിലേക്ക് പോയി. യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടണം എന്ന് പറഞ്ഞാൽ, ജനത്തെ ഒന്നിച്ചു കൂട്ടാൻ പറയാൻ കാര്യം, കടി കൊണ്ട് 4 വശവും ചെതറി നിൽക്കുക. 4 വശത്തേക്കും ചെതറി ഭിന്നിപ്പിച്ചു, ചിതറിപ്പിച്ചു, ചിത്തിരിപ്പുണ്ടാക്കി. 4 വശവും ചെതറി. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യ്, ജനത്തെ എല്ലാം കൂടെ ഒന്നിച്ചു കൂട്ടണം. അതിനായി ഉപവാസവും പ്രാർത്ഥനയും. ജനത്തെ ഒന്നിച്ചു കൂട്ടണം.
അങ്ങനെ ജനമെല്ലാം കൂടെ ഒന്നിച്ചുകൂടി ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അത് തന്നെ. അപ്പൊ ഇവര് ബേറിൽ വന്ന്, ബേരെന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം, വെള്ളമുള്ള സ്ഥലം കിണറെന്നൊക്കെ അതിന്റെ അർത്ഥം. അപ്പോൾ കിണറ്റിൻകരയിൽ ഒന്നിച്ചുകൂടി. ഇവരോട് പറഞ്ഞു ഒന്നിച്ചുകൂടാൻ പറഞ്ഞു. അങ്ങനെ കടി കിട്ടിയവനും ആമേൻ കടി ഏക്കാതിരുന്നവനും ചെതറി ഓടിയവനെല്ലാം കൂടെ കിണറ്റിൻകരയിൽ ഒന്നിച്ചു വന്നു കൂടി. പിന്നെ അവർ ബേറിലേക്ക് കൊണ്ടുപോയി ഞാൻ ഇസ്രായേൽ മക്കളോട് പറയുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ. അപ്പൊ കിണറിന്റെ ചുറ്റും വന്ന് ഇവർ ഒന്നിച്ചു കൂടി. അടുത്ത വാക്യം, ആ സമയത്ത് ഇസ്രായേൽ കിണറെ പൊങ്ങി വാ, കിണറെ പൊങ്ങി വാ, അതിന് പാടുവിൻ. പ്രഭുക്കന്മാര് കുടിച്ച കിണർ, ജനശ്രേഷ്ഠന്മാർ ചെങ്കോല് കൊണ്ട് ദണ്ട് കൊണ്ട് കുത്തിയ കിണറെന്ന് പാട്ടുപാടി ഓടിച്ചവസാനിപ്പിക്കാം ദൈവത്തിന്റെ മഹത്വം. ഈ ബേരിങ്കിൽ വന്ന് ഒരു കിണറുണ്ട്, കിണറിന്റെ ചുറ്റും വന്ന് വട്ടം കൂടി, ഒന്നിച്ചു കൂടി, ഐക്യത. എല്ലാവരോടും ഒന്നിച്ചു കൂടി പറയുക, കിണറെ പൊങ്ങി വാ, കിണറെ പൊങ്ങി വാ എന്ന് പറഞ്ഞ വെള്ളം പൊങ്ങി വരണം. അതായി പറഞ്ഞതിന്റെ അർത്ഥം. ആഴത്തിൽ വെള്ളം കിടപ്പുണ്ട്, അത് പൊങ്ങി വരണം. പാട്ട് പാടണം. നമ്മളെ 1-2 പേരെ പാടുന്നുള്ള, എല്ലാവരും ഒന്നും പാടുന്നില്ല. ഇനിയിപ്പോൾ എല്ലാവർക്കും ഓരോ മൈക്ക് തന്നെങ്കിൽ എല്ലാവരും പാടും. എല്ലാവർക്കും ഓരോ ഫുട്ബോൾ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞ പോലെ ഒരെണ്ണത്തിന്റെ പുറകെ കിടന്ന് സ്തോത്രം. അങ്ങനെ നിർബന്ധ ബുദ്ധിയുള്ളവരും ചിലപ്പോൾ കണ്ടെന്ന് വരാം. ഇവിടെ എല്ലാവരുടെ കിണറ്റിൻകരെ വന്ന് പാട്ട് പാടാൻ പറഞ്ഞു. ഒന്നിച്ചുകൂടി അവർ പാട്ട് പാടി. ഈ കിണറിന്റെ പ്രത്യേകത, ആ പ്രഭുക്കന്മാര് കുത്തിയ കിണറ്, ജനശ്രേഷ്ഠന്മാർ തങ്ങളുടെ ചെങ്കോല് കൊണ്ടും ദണ്ട് കൊണ്ടും കുത്തിയ കിണറ്. രണ്ടാം ഭാഗം എടുക്കുന്നതിൽ ഒരു ഭാഗം പറയാം. പ്രഭുക്കന്മാര് കുത്തിയ കിണറാ. ഈ കിണർ ആര് കുത്തിയെന്ന് ചോദിച്ചാൽ ഇത് പ്രഭുക്കന്മാര് കുത്തിയ കിണറ് എന്ന് പറഞ്ഞാൽ ഇത് അബ്രഹാം കുത്തിയ കിണറാ. കിത്തിയരുടെ നാട്ടിൽ അബ്രഹാം പാർക്കുമ്പോൾ സാറായി മരിച്ചപ്പോൾ പറഞ്ഞു, അവൻ എന്റെ പ്രിയപ്പെട്ടവളെ അടക്കുവാൻ എനിക്ക് സ്ഥലം തരണം, ശ്മശാന ഭൂമി തരണം. അവർ പറഞ്ഞു, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രഭു. അപ്പോൾ ഇതാരാന്ന് ചോദിച്ചാൽ ഈ കിണർ കുത്തിയത് ദൈവത്തിന്റെ പ്രഭുവാകുന്ന അബ്രഹാമായി ഇത് കുത്തിയത്. പ്രഭുക്കന്മാര് കുത്തിയ കിണറ്. ഈ കിണർ കുത്തിയത് അബ്രഹാം കുത്തി. എന്തിനാ അബ്രഹാം കിണർ കുത്തിയത്? ഒരു പണിയില്ല, എന്നാ 3-4 കിണർ കുത്തിയേക്കാം. ഏതായാലും ഉപവാസ പ്രാർത്ഥനയാ, വേറെ എങ്ങും പോകുന്നുമില്ല, എന്നാ ചുമ്മാ ഇരിക്കണ്ട. അങ്ങനെ കുത്തിയതല്ല. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം വായിക്കണ്ട, നിങ്ങൾക്കറിയാം. ആ ഏകപക്ഷീയമായ ഉടമ്പടിയിൽ അബ്രഹാം യാഗം നടത്തി. ആ യാഗത്തിൽ റാഞ്ചൻ പക്ഷി ഇറങ്ങി. അവൻ ഒടുവിൽ ഗാഢനത്തിന് വന്നു. ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം, വിവരിക്കണ്ട. ഒടുവിൽ അന്ന് ആ സന്ധിയിൽ ദൈവം പറഞ്ഞൊരു ദൂതുണ്ട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം അടിമകളായി പാർക്കും. അതിന് ശേഷമായിട്ട് 4-ാം തലമുറക്കാർ ഇതിലേ കൂടെ മടങ്ങി വരും. അബ്രഹാമിന് അന്ന് ഇസഹാക്ക് പോലും ജനിച്ചിട്ടില്ല, അല്ല ഇസ്മായേൽ പോലും ജനിച്ചിട്ടില്ല. അത് 16-ലല്ലയോ, ഇത് 15-ലെ വിഷയമാ. അവൻ ഇസഹാക്ക് പിന്നല്ലേ ജനിക്കും. അപ്പൊ ഇസ്മായേൽ ഇസഹാക്കും ഒക്കെ ജനിക്കുന്നതിന് മുമ്പ് ദൈവം തമ്പുരാൻ ദൂത് പറയുകയാ, അവറാച്ച 4-ാം തലമുറക്കാർ ഇതിലെ മടങ്ങി വരും. അബ്രഹാം വിശ്വാസ കണ്ണാൽ കണ്ടു. എന്റെ ഭാഷ പറഞ്ഞാൽ അബ്രഹാം വിശ്വാസ കണ്ണാൽ ഇസഹാക്കിനെ കണ്ടു. അബ്രഹാം വിശ്വാസ കണ്ണാൽ യാക്കോബിനെ കണ്ടു. അബ്രഹാം വിശ്വാസ കണ്ണാൽ 12 പിതാക്കന്മാരെ, ഗോത്രപിതാക്കന്മാരെ കണ്ടു. അബ്രഹാം വിശ്വാസ കണ്ണാൽ ആമൻ സ്തോത്രം മോശയും അഹരോനും ആമൻ മിരിയാമുമെല്ലാം മിസ്രയീം പുറപ്പെട്ടിങ്ങനെ യാത്ര ചെയ്ത് ഇതിലേ കൂടെ വരുന്നത് അബ്രഹാം വിശ്വാസ കണ്ണാൽ കണ്ടു. 4-ാം തലമുറക്കാർ ഇതിലേ മടങ്ങി വരുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാം കണ്ട് വിശ്വസിച്ച് അബ്രഹാമിന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായി, എന്റെ തലമുറ, സന്തതികളുടെ സന്താനങ്ങൾ ഇതിലേ കടന്നു വരുമ്പോൾ ക്ഷീണിച്ചും നിരാശപ്പെട്ടും തളർന്നും വരുമ്പോൾ കുടിക്കുവാനായിട്ട് വെള്ളം വേണം. അബ്രഹാം വിശ്വാസത്താൽ കിണർ കുത്തി. അതാ പ്രഭുക്കന്മാര് കുടിച്ച കിണറ്. വിസ്തരിക്കുന്നില്ല. ഈ കിണറ് ശത്രു പല ആവർത്തി നികത്തിക്കളഞ്ഞു. എന്നാൽ ഇത് വാഗ്ദത്തത്തിന്റെ കിണറായതുകൊണ്ട് ആമൻ വേരിലോട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് കൂട്ടി വെച്ച് പറഞ്ഞു, അയാൾ കളിച്ച് കയ്യും കെട്ടി വായും പൂട്ടിയിരിക്കാതെ പാട്ട് പാടി നീ ബലപ്പെട്ട് കിണറെ പൊങ്ങി വന്ന് നീ പാട്ട് പാടുമ്പോൾ ഈ കിണർ പൊങ്ങി വരും. അങ്ങനെ ദൈവജനം ഒന്നിച്ച് വേരിൽ വന്ന് പാട്ട് പാടി ആത്മാവിൽ അങ്ങോട്ട് ബലപ്പെട്ട് പാട്ട് പാടിയപ്പോൾ വെള്ളം പൊങ്ങി വന്നു. ഈ വെള്ളം ഇവര് പാനം ചെയ്തു. ഈ വെള്ളം കുടിച്ചു. ആ വെള്ളം കുടിച്ചപ്പോൾ കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ടായി. ആ വെള്ളം കുടിച്ചപ്പോൾ കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ടായി. അങ്ങനെ ബലപ്പെട്ട് നിൽക്കുന്ന യാക്കോബിനെ പറ്റി പറയുക, ഒരാഭിചാരവും നിനക്ക് പറ്റത്തില്ല. ഇന്ന് രാത്രി ആത്മശക്തിയോട് ആരാധിക്കുന്ന, പരിശുദ്ധാത്മ നിറവിൽ ആരാധിക്കുന്ന, ദൈവാത്മ നിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന, ഇടം വലം നോക്കാതെ ദൈവത്തെ ഭജിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഒരു ശുദ്രശക്തി നിന്നെ തൊടത്തില്ല. ഒരു ആഭിചാരവും നിന്നെ തൊടുകയില്ല. ഒരു സാത്താന്യ ശക്തി നിന്നെ തൊടത്തില്ല. എല്ലാവരും അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തും.
ആരും അവനമായിരിക്കരുത്, ആരും അവനമായിരിക്കരുത്. ഇന്ന് രാത്രി ബലപ്പെട്, ബലപ്പെട്, ബലപ്പെട്. ആഭിചാരത്തിന്റെ ശക്തികൾ, മന്ത്രവാദത്തിന്റെ ശക്തികൾ, സൂത്ര ശക്തികൾ ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എല്ലാ ബന്ധനങ്ങൾ അടിക്കട്ടെ, സാത്താന്റെ കെട്ടുകള് അടിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി ഇന്ന് രാത്രി മംഗളൂരാലകൾ വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി വിടുതൽ, 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 വിടുതൽ. ഈ രാത്രി വിടുതൽ. ദൈവത്തിന് മഹത്വം. ഓ യേശുവിന്റെ നാമത്തിൽ, 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 യേശുവിന്റെ നാമത്തിൽ. അർത്തരാജലാധാര വൈഡപ്രബല. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആമേൻ.